നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനി പടരുന്നു. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം. കേരളത്തിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ആസ്മയും മൂലം മരണപ്പെടുന്നവരിൽ സ്ത്രീകൾ മുന്നിലെന്ന് റിപ്പോർട്ട്. അർബുദ ചികിത്സയ്ക്ക് വിധേയരാകുന്ന കുട്ടികളിൽ ഓർമ്മശക്തി വേഗം നഷ്ടപ്പെടുമെന്ന് പഠനം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്നു. ഇതുവരെ മരിച്ചത് 101 പേരാണ്. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം. പ്രദേശത്തെ നമ്പിമലയിൽ നിക്ഷേപിച്ച ടൺ കണക്കിന് മാലിന്യം കൂരാച്ചുണ്ടുകാരുടെ ആരോഗ്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുമെന്ന് അമൃത വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മാലിന്യക്കുഴികൾ മൂടിയെങ്കിലും അതിപ്പോൾ ഡെങ്കിയുടെ രൂപത്തിൽ ഉയർത്തുന്ന വെല്ലുവിളി വലിയ ആശങ്കയാണ് പരത്തുന്നത്. ഈ ജനുവരി മുതൽ ഇതുവരെ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം 4 ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പകർച്ചവ്യാധികളുടെ പിടിയിലാണ് എന്നുകൂടിയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് പ്രദേശത്തെ പൊതുജന ആരോഗ്യസ്ഥിതി എന്നത് വ്യക്തമാകും. എല്ലാം വരുത്തിവെച്ചത് പ്രദേശത്തെ മാലിന്യ നിക്ഷേപമാണെന്നതാണ് സത്യം. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്നതും പ്രകൃതി രമണീയവുമായ നമ്പിമലയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് 100-ലധികം കുഴികളിലായി ടൺ കണക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. നഗരം പുറന്തള്ളുന്ന അറവ് മാലിന്യവും രാസപദാർത്ഥങ്ങളടക്കമുള്ള ആശുപത്രി മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിച്ചത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് അന്ന് അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയിൽ നിന്നും ഉറവയെടുക്കുന്ന ജലം കുടിവെള്ള സ്രോതസ്സിൽ കലരുന്നത് മാരക രോഗങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള ഭൂഗർഭ ജലവിഭവ വകുപ്പിന്റെ പഠന റിപ്പോർട്ടും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. കുഴിച്ചിട്ട മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ഇല്ലാതാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അമൃത വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാലിന്യ നിക്ഷേപ കുഴികളിൽ വെള്ളമിറങ്ങാതെ പ്ലാസ്റ്റിക് പായകൾ ഉപയോഗിച്ച് മൂടുക മാത്രമാണ് ചെയ്തത്. മഴ കനത്തതോടെ വീണ്ടും ഈ കുഴികളിൽ വെള്ളം നിറയുകയും അത് കുടിവെള്ളത്തിൽ കലരുന്നതും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കുന്നത്. ഇക്കാര്യം ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കൂരാച്ചുണ്ടിൽ ഞങ്ങൾ കേസ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നപ്പോൾ തൊട്ട് നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കൂരാച്ചുണ്ടിൽ ഇത് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് തുടങ്ങിയ വട്ടച്ചിറ ഭാഗത്താണ് 10ാം വാർഡ്. 10ാം വാർഡിൽ നിന്ന് 11ാം വാർഡിൻ്റെ ഒരു ബോർഡർ വരെ കേസ് കൂടിയിട്ടില്ല. അതിനധികം കൂടിയിട്ടില്ല. പക്ഷേ ഇപ്പം പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഈഡിസ് ഈജിപ്തി ചെറിയ വെള്ളം വേണ്ടി പരത്തുന്നതിന് അതങ്ങോട്ട് കൂടിയപ്പോൾ കുറച്ച് കേസ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുകയും നിരവധി പേർ ഇപ്പോഴും അസുഖം മൂലം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്ന കൂരാച്ചുണ്ട് മേഖലയ്ക്ക് മാത്രമായി ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളായേക്കും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ആസ്മയും മൂലം മരണപ്പെടുന്നവരിൽ സ്ത്രീകൾ മുന്നിലെന്ന് റിപ്പോർട്ട്. 2005 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിലാണ് വിവരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗത്താലാണെങ്കിലും സ്ത്രീകളെ ബാധിക്കുന്നത് കൂടുതൽ പ്രമേഹവും രക്തസമ്മർദ്ദവുമാണ്. 65 മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് കൂടുതലായും ഇത്തരത്തിൽ മരിക്കുന്നത്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം 10 വർഷമായി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്ന മറ്റൊരു രോഗം ആസ്മയാണെന്നാണ്. 0.85% സ്ത്രീകളും 0.7% പുരുഷന്മാരും പ്രമേഹം ബാധിച്ചു മരിക്കുന്നു. രക്തസമ്മർദ്ദത്തെ തുടർന്ന് മരിച്ചത് 0.99% സ്ത്രീകളും 0.75% പുരുഷന്മാരുമാണ്. സ്ത്രീകളുടെ ജീവിതശൈലിയും ആഹാര രീതിയും ഇതിന് കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അർബുദത്തെ തുടർന്നുള്ള മരണവും ഏറെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ എയ്ഡ്സിനെ തുടർന്നുള്ള മരണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. ഓട്ടിസവും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി തന്നെ ഓട്ടിസം എന്നാൽ എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? ഓട്ടിസം എന്ന വാക്കിൻ്റെ അർത്ഥം അവനവനിലേക്ക് ഉൾവലിയുന്ന അവസ്ഥ എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് ഈ ഒരു വാക്ക് പ്രയോഗിച്ചത് 19ാം നൂറ്റാണ്ടിൽ ഹെൻറി മോട്ട്സ്ലി എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ഗവേഷകനാണ് ഈ ഒരു വാക്ക് പ്രയോഗിച്ചത്. മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് അവനവനിലേക്ക് ഉൾവലിഞ്ഞ പ്രകൃതം പ്രദർശിപ്പിക്കുന്ന മുതിർന്ന വ്യക്തികളെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഓട്ടിസം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് കൂടുതലായിട്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് 1943-ലാണ്. ആ വർഷം
ഇംഗ്ലണ്ടിലെ ലിയോ കാനർ എന്ന പേരുള്ള ഒരു ശിശുരോഗ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന കുറേ കുട്ടികളെ, അത് പലതരം രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വന്നവരാണ്, പനിയും അങ്ങനെയുള്ള പലതരം സാധാരണ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വന്ന 11 കുട്ടികളെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ ഈ 11 കുട്ടികളുടെയും പ്രകൃതത്തിൽ കുറേ സമാനതകളുള്ളതായിട്ട് പുള്ളിക്ക് മനസ്സിലായി. ഈ കുട്ടികളൊന്നും തന്നെ മറ്റു കുട്ടികളോട് ഇടപെടാൻ താല്പര്യം കാണിക്കുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് ചില കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കാനാണ് ഈ കുട്ടികൾ താല്പര്യപ്പെടുന്നത്. മറ്റു കുട്ടികളുടെയോ മുതിർന്നവരുടെയോ മുഖത്തേക്ക് നോക്കുന്നില്ല, നേത്രബന്ധം സ്ഥാപിക്കുന്നില്ല, മുഖത്ത് വികാരപ്രകടനങ്ങളൊന്നും വരുന്നില്ല, വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ഈ 11 കുട്ടികളുടെ സവിശേഷതകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും അതിലാണ് ആദ്യമായിട്ട് ഇൻഫൻറ്റൈൽ ഓട്ടിസം അല്ലെങ്കിൽ ശൈശവ കാലത്തെ ഓട്ടിസം എന്ന ആ രോഗാവസ്ഥ ആദ്യമായിട്ട് വിവരിക്കപ്പെട്ടത്. ഓട്ടിസം എന്ന അവസ്ഥ ഇന്ന് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടിസം ശ്രേണിയിൽപ്പെടുന്ന രോഗങ്ങളെന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചാണ് ഇന്നതിനെ വിശേഷിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ വൈകല്യമാണ് ഓട്ടിസം. ഓട്ടിസം ഉള്ള കുട്ടികളിൽ പ്രധാനമായിട്ടും വളരെ കുറച്ച് വാക്കുകൾ മാത്രം അവർ ഉപയോഗിക്കും. മറ്റുള്ളവരോട് ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല. ഒറ്റയ്ക്കിരുന്ന് കളിക്കാനും മറ്റുമൊക്കെയുള്ളൊരു താല്പര്യമാണ്. പൊതുവേ അതിൻ്റെ ഒരു വിശദീകരണം, ഒരു വിവരണം തന്നെ പറയുന്നത് നിർജീവ വസ്തുക്കളുമായി ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന കുട്ടി, ഇതാണ് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുടെ ഒരു വിവരണം എന്ന് പറയുന്നത്. ചില പമ്പരമൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കി ആ കറങ്ങുന്നതിലേക്ക് നോക്കിയിരിക്കുക, ഒരു കളിപ്പാട്ടം എടുത്ത് അടിച്ചടിച്ച് ബഹളം വെച്ച് ആ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. മറ്റു കുട്ടികളോടൊന്നും കളിക്കാൻ താല്പര്യമില്ല. മുതിർന്നവരുടെ മുഖത്ത് നോക്കില്ല, കണ്ണിൽ നോക്കില്ല. മുഖത്ത് പ്രായത്തിനനുസരിച്ചുള്ള വൈകാരിക പ്രകടനങ്ങൾ വരില്ല. ഇപ്പോൾ മറ്റാരെങ്കിലും ഒരാൾ ചിരിച്ചു കാണിച്ചാൽ തിരിച്ച് ചിരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരമുള്ള ഒരു വൈകാരിക ബന്ധം, ഒരു സാമൂഹിക ബന്ധം, അത് സ്ഥാപിക്കുന്നതിലുള്ള പരിമിതിയാണ് ഓട്ടിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഇതോടൊപ്പം തന്നെ പദസമ്പത്തിൻ്റെ പരിമിതികളും. ശരിക്കും പറഞ്ഞാൽ ഭാഷയുടെയും സാമൂഹിക വികസനത്തിൻ്റെയും ഒരു പോരായ്മയായിട്ടാണ് ഓട്ടിസത്തെ വിശേഷിപ്പിക്കുന്നത്. ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഭാഷാ വികസനത്തിൻ്റെയും സാമൂഹിക ശേഷി വികസനത്തിൻ്റെയും മസ്തിഷ്ക മേഖലകളിൽ കുറച്ച് തകരാറുള്ളതായിട്ടാണ് കാണുന്നത്. ഇതുമൂലമാണ് അവരുടെ ഭാഷാ സ്വാധീനം കുറവായിരിക്കും, മറ്റുള്ളവരുമായിട്ട് വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഒരു സാമൂഹിക ജീവിയായി മറ്റുള്ളവരോട് സഹകരിക്കാനുള്ള കഴിവ് ഇവരിൽ കുറവായിരിക്കും. ഇതാണ് ഓട്ടിസം എന്ന അവസ്ഥയുടെ ഒരു സവിശേഷത. ഓട്ടിസത്തിൻ്റെ തോത് ക്രമേണ കൂടിക്കൂടി വരുന്നതായിട്ടാണ് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജനിച്ചു വീഴുന്ന 58 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അതിൻ്റെ ഒരു തോത്. അതായത് ഏകദേശം 2% കുട്ടികളിൽ ഓട്ടിസം കണ്ടുവരുന്നതായിട്ടാണ് ഇന്നത്തെ ഏറ്റവും പുതിയ പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് ഓട്ടിസം ആണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒരു കുട്ടിക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചില ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് 3 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, സാമൂഹിക ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള കഴിവില്ലായ്മ. 2, പരിമിതമായ പദസമ്പത്ത്, പരിമിതമായ ഭാഷാ സ്വാധീനം. 3, ആവർത്തന സ്വഭാവമുള്ള ചില ചേഷ്ടകൾ, ചലനങ്ങൾ, താല്പര്യങ്ങൾ. ഇത് 3ഉമാണ് ഓട്ടിസത്തിൻ്റെ പ്രധാന ലക്ഷണം. ഇത് ഓരോന്നും വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ സാമൂഹ്യ ബന്ധത്തിലെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടിയുടെ ആദ്യത്തെ സാമൂഹിക വൈകാരിക പ്രകടനം എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞ് ചിരിക്കുന്നതാണ്. സോഷ്യൽ സ്മൈൽ നമ്മൾ പറയും. സാധാരണ ഒരു 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള കുട്ടി അമ്മയെ തിരിച്ചറിഞ്ഞ് ചിരിക്കും. അതിനുശേഷം മുറിയിലേക്ക് അമ്മ കടന്നു വരുമ്പോൾ തന്നെ ഒരു സന്തോഷപ്രകടനം കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ചിരിയുടെ രൂപത്തിലാകാം, അമ്മയെ സ്വയം കുട്ടി തന്നെ എടുക്കാൻ വേണ്ടി അമ്മയുടെ നേരെ കൈ നീട്ടുന്ന ഒരു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അമ്മയെ അടുത്ത് വരുമ്പോൾ ഒരു ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിവേഗമൊക്കെ വർദ്ധിക്കുന്നതായിരിക്കാം. ഇതാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ വികാരപ്രകടനം എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ ഈ സാമൂഹിക പുഞ്ചിരി അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്മൈൽ കാണാറില്ല. 3 വയസ്സ് പ്രായമായിട്ടും അമ്മയെ തിരിച്ചറിഞ്ഞ് കുട്ടി ചിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ കുട്ടിയെ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഓട്ടിസമോ സമാന സ്വഭാവമുള്ള തലച്ചോറിൻ്റെ വളർച്ചാ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി 6 മാസം പ്രായമുള്ളൊരു കുട്ടിയെ കൊണ്ടുപോയി ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്തി എന്ന് വിചാരിക്കുക. സ്വന്തം പ്രതിച്ഛായ കുട്ടി കണ്ണാടിയിൽ കാണുകയാണ്. പക്ഷേ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനത് സ്വന്തം പ്രതിച്ഛായയാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. പക്ഷേ അത് നോക്കുമ്പോൾ
തന്നെ പോലെ മറ്റൊരു കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഒരു നോർമലായ ഒരു കുട്ടി ചെയ്യുക? ഈ മറ്റൊരു കുട്ടിയുടെ പ്രതിച്ഛായ കാണുമ്പോൾ അത് മറ്റൊരു കുട്ടിയാണെന്ന് ധരിച്ച് നേരെ കയറി അതിനെ സ്പർശിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കയറി പിടിക്കാൻ ശ്രമിക്കും. ഇതാണ് ഒരു നോർമൽ കുട്ടിയുടെ പ്രതികരണം. പക്ഷേ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയാൽ യാതൊരു പ്രതികരണവും കാണില്ല. ഈ കണ്ണാടിയിൽ കാണുന്ന പ്രതിച്ഛായ നോക്കാൻ പോലും താല്പര്യമില്ല. മുഖം ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ താഴോട്ടിരിക്കും. നമ്മൾ താടി പിടിച്ചുയർത്തി ഇങ്ങനെ കാണിച്ചു നോക്കിയാലും വളരെ സ്പ്രിങ് വെച്ചതുപോലെ താഴോട്ട് ആ മുഖം പോയിക്കൊണ്ടിരിക്കും. അതേപോലെ 1 വയസ്സൊക്കെ പ്രായമുള്ളൊരു കുട്ടിയെ സമപ്രായക്കാരായ കുറേ കുട്ടികളുടെ നടുക്ക് നമ്മൾ കൊണ്ടിരുത്തുന്നു എന്ന് വിചാരിക്കുക. 1-1.5 വയസ്സുള്ളൊരു കുട്ടിയെ ഒരുപാട് സമപ്രായക്കാരായ കുട്ടികളുടെ ഇടയിൽ കൊണ്ടിരുത്തി. എന്താ സാധാരണ ഒരു കുട്ടി ചെയ്യുക? ഒരു നോർമൽ വളർച്ചയുള്ളൊരു കുട്ടിയാണെങ്കിൽ ഈ സമപ്രായക്കാരായ കുട്ടികളുമായിട്ട് കളിക്കാൻ ശ്രമിക്കും. അവരുടെ കളികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച്, മുടിയൊക്കെ പിടിച്ചു വലിച്ച്, അത്തരത്തിലുള്ള ഒരു ഇൻ്ററാക്റ്റീവ് പ്ലേ, പരസ്പര സഹകരണത്തോടെയുള്ളൊരു കളിയായിരിക്കും. പക്ഷേ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ നമ്മൾ സമപ്രായക്കാരായ കുട്ടികളുടെ ഇടയ്ക്ക് കൊണ്ടിരുത്തിയാൽ മറ്റു കുട്ടികളുടെ മുഖത്തു പോലും ഈ കുട്ടി നോക്കില്ല. പ്രധാനപ്പെട്ട പ്രത്യേകത ഐ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നേത്രബന്ധം സ്ഥാപിക്കാനുള്ള വൈഷമ്യമാണ്. ഇങ്ങനെ താഴോട്ട് നോക്കി അങ്ങിരിക്കും, ഏതെങ്കിലും നിർജീവ വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കും. മറ്റു കുട്ടികളുടെയോ മറ്റു മുതിർന്നവരുടെയോ മുഖത്തേക്ക് നോക്കില്ല, കണ്ണുകളിലേക്ക് നോക്കില്ല എന്നുള്ളതാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ അത് പ്രായം കൂടി വരുന്നതനുസരിച്ച് ഈ വികാരപ്രകടനങ്ങളിലെ പരിമിതികൾ കൂടി വരികയും ചെയ്യും. ഒരു 5-6 വയസ്സല്ലേ 10 വയസ്സുള്ളൊരു കുട്ടി മറ്റാരെങ്കിലും ഒരാൾ അതിനെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചിരിക്കാനുള്ളൊരു പരിശ്രമം നടത്താറുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് സൗഹൃദം പ്രകടിപ്പിച്ചാൽ തിരിച്ച് ആ സൗഹൃദം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഈ സൗഹൃദ പ്രകടനങ്ങളോ സ്നേഹപ്രകടനങ്ങളോ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ആരെങ്കിലും ചിരിച്ചാലോ ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചാലോ ഒന്നും മുഖത്ത് യാതൊരു വികാരങ്ങളും പ്രകടിപ്പിക്കാതെ അവരെ പരിഗണിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നൊരു രീതിയായിരിക്കും. അവർ പലപ്പോഴും ഒറ്റയ്ക്കിരുന്നായിരിക്കും കളിക്കുന്നത്. ഒറ്റയ്ക്കിരുന്നൊരു പൗഡർ ടിന്നൊക്കെ എടുത്ത് തറയിലേക്ക് അടിച്ച് ബഹളം ഉണ്ടാക്കിയ ബഹളത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന ഒരു കുട്ടി. ഇതാണ് ഓട്ടിസ്റ്റിക് കുട്ടിയുടെ ഒരു രേഖാചിത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സവിശേഷത, ഇവരുടെ രണ്ടാമത്തെ ലക്ഷണം പദസമ്പത്തിൻ്റെ പരിമിതികളാണ്. ചുരുക്കം വാക്കുകൾ മാത്രമേ ഇവർക്ക് അറിയൂ. ആ ചുരുക്കം വാക്കുകൾ കൊണ്ട് അവനവൻ ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചെന്നിരിക്കും. പക്ഷെ മറ്റുള്ളവർ ചോദിച്ചാൽ അതിന് തൃപ്തികരമായ മറുപടി പറയാൻ ഇവർക്ക് പറ്റില്ല. ആകെ ചുരുക്കം ചില വാക്കുകൾ, അതിൽ തന്നെ പല വാക്കുകളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുമില്ല. കാരണം നിഘണ്ടുവിലില്ലാത്ത പുതിയൊരു വാക്ക് ഈ കുട്ടി തന്നെ കണ്ടുപിടിക്കും. ആ വാക്കിനൊരർത്ഥം ഈ കുട്ടി തന്നെ കൽപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ വെള്ളം എന്ന് ആവശ്യപ്പെടും സാധാരണ കുട്ടികൾ. പക്ഷേ ഈ കുട്ടി വെള്ളം എന്നുള്ളതിന് പകരം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു വാക്കായിരിക്കും പറയുന്നത്. അത് ആർക്കും കേട്ടാൽ മനസ്സിലാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവും. ഈ പുതിയ വാക്ക് പറയുമ്പോൾ വെള്ളം വേണം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ പുതിയൊരാളിത് കണ്ടാൽ ഒന്നും മനസ്സിലാകില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ആവർത്തിച്ചുള്ള ചില ശീലങ്ങൾ, ആവർത്തിച്ചുള്ള ചേഷ്ടകൾ, ആവർത്തിച്ചുള്ള ചലനങ്ങൾ. സാധാരണ ഒരു 1-1.5 വയസ്സുള്ളൊരു കുട്ടി വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ കരയാൻ തുടങ്ങും. കാരണം അവന് സർക്യൂട്ട് പോകണം. ആരെങ്കിലുമൊക്കെ അവനെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചാൽ അവൻ സന്തുഷ്ടനാകും. പക്ഷേ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ പ്രതിഷേധം ഉയർത്താൻ പോകുന്നത്. കാരണം അവന് മാറ്റം താല്പര്യമില്ല. ഒരേ മുറിയിലിരുന്ന് ഒരേ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് ഒരേ കളികൾ കളിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഓട്ടിസ്റ്റിക് കുട്ടിയുടെ രീതി. ഒരു മാറ്റവും അവൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥിരം കളിപ്പാട്ടം വല്ലതും എടുത്തു മാറ്റി പുതിയ കളിപ്പാട്ടം കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കും. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കും. മറ്റു കുട്ടികളോട് കളിക്കാൻ നിർബന്ധിച്ചാൽ വല്ലാത്ത രോഷപ്രകടനം ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ഓട്ടിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഓട്ടിസം ഉള്ള ചില കുട്ടികൾ കൈകൾ കൊണ്ടൊക്കെ ചില ചലനങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ കൈ ഇങ്ങനെ നിരന്തരം കൊട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുടയുക, ഇത്തരം ആവർത്തന സ്വഭാവമുള്ള ചില ചേഷ്ടകളും ഇവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് സാധാരണഗതിയിലുള്ള ഓട്ടിസത്തിൻ്റെ ലക്ഷണം. ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ 70% കുട്ടികൾക്ക് അനുബന്ധമായിട്ട് ബുദ്ധി വളർച്ച കുറവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കി 30% ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് സാധാരണ രീതിയിലുള്ള ബുദ്ധിവൈഭവം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പലപ്പോഴും ഈ കുട്ടികളുടെ അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ കുട്ടികൾ പ്രദർശിപ്പിക്കുന്ന ചില പെരുമാറ്റ വ്യത്യാസങ്ങളാണ്. ഈ പ്രധാന ലക്ഷണങ്ങളുടെ ഭാഗമായി തന്നെ ചില പെരുമാറ്റ വ്യത്യാസങ്ങളുണ്ട്. വീട്ടിൽ അതിഥികൾ വന്നാൽ മുഖത്ത് നോക്കില്ല, ചോദിക്കുന്നതിന് ഉത്തരം പറയില്ല, മറ്റു കുട്ടികളുമായിട്ട് ഇടപെടില്ല,
ഇനി പ്ലേ സ്കൂളിലോ കിൻഡർ ഗാർട്ടനിലോ വല്ലതും കൊണ്ടുവിട്ടാൽ മറ്റു കുട്ടികളോടൊന്നും കളിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു രീതിയായിരിക്കും എന്നുള്ളതാണ്. ഇതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റ വ്യത്യാസം. രണ്ടാമത്തെ ഒരു പെരുമാറ്റ വ്യത്യാസം, ഈ ഓട്ടിസം ബാധിച്ച ചില കുട്ടികൾക്കെങ്കിലും ഇതിനനുബന്ധമായിട്ട് കുറച്ച് അമിത വികൃതിയും പിരിപിരിപ്പും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാവും. അവരൊരിടത്ത് അടങ്ങിയിരിക്കില്ല. ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ അവർ എഴുന്നേറ്റ് നടക്കും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബഹളം വെക്കും, അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ പുറത്ത് തട്ടി ഇങ്ങനെ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മറ്റു കുട്ടികളെ ചിലപ്പോൾ ഉപദ്രവിക്കുക, തോണ്ടുക, ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ലക്ഷണങ്ങൾ അവർ ചിലപ്പോൾ പ്രദർശിപ്പിച്ചേക്കും. ചില ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, വീട്ടിലാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ശ്രദ്ധക്കുറവും അമിത വികൃതിയും ഇത് 1% ഓട്ടിസ്റ്റിക് കുട്ടികളിൽ കാണാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ചില കുട്ടികളെങ്കിലും, ഓട്ടിസമുള്ള ചില കുട്ടികളെങ്കിലും സ്വന്തം ശരീരഭാഗങ്ങൾ കടിച്ചു മുറിക്കുന്ന, സ്വന്തം ശരീരഭാഗങ്ങൾ മുറിവേൽപ്പിക്കുന്ന ശീലമുള്ളവരാണ്. ചിലപ്പോൾ കടിച്ചു മുറിക്കും, അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ ഭിത്തിയിൽ പോയി തലയിടിക്കും, സാധനങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവുണ്ടാക്കും. ഇത്തരം ചില ശീലങ്ങൾ പ്രദർശിപ്പിച്ചേക്കും. ചിലപ്പോൾ അപൂർവമായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു സ്വഭാവം ഇവർ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓട്ടിസം ബാധിക്കുന്ന ചില കുട്ടികളിലെങ്കിലും അനുബന്ധമായിട്ട് അപസ്മാര രോഗം കാണാം. അപസ്മാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ അമിതമായ വൈദ്യുതി പ്രസരണം മൂലം പൊടുന്നനെ ഉണ്ടാകുന്ന ചില ചലന വൈകല്യങ്ങളോ പെരുമാറ്റ വൈകല്യങ്ങളോ ആണ്. ഈ അപസ്മാരത്തിൻ്റെ ഒരു തരത്തിലുള്ള അപസ്മാരം, കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറഞ്ഞൊരു തരം അപസ്മാരമുണ്ട്. ഈ അപസ്മാരം പെരുമാറ്റ വ്യത്യാസങ്ങളുടെ രൂപത്തിലാണ് വരുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യപ്രകടനം, പെട്ടെന്ന് സാധനങ്ങൾ നശിപ്പിക്കുക, പെട്ടെന്ന് പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരിക, ചില മുഖത്ത് ചില പ്രത്യേകതരം ആംഗ്യങ്ങൾ കാണിക്കുക. ഈ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചൊന്നും ആ കുട്ടിക്ക് യാതൊരു ഓർമ്മയും കാണില്ല. അതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നേരം മാത്രമേ ഈ ചേഷ്ടകളും ഈ പ്രശ്നങ്ങളും നിലനിൽക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ അത് കുട്ടി തീർത്തും അങ്ങ് മറന്നു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഈ കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഇവർക്ക് സാധാരണ തരത്തിലുള്ള ശാരീരിക വളർച്ചയുണ്ടാവും. ഹോർമോണുകളുടെയും മറ്റും ഉൽപ്പാദനം മറ്റേത് കുട്ടിയുടേതും പോലെ ഇവിടെയും സംഭവിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓട്ടിസത്തോടൊപ്പം ബുദ്ധിമാന്ദ്യം കൂടെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇവർക്ക് ആളും തരവും സന്ദർഭവും സാഹചര്യവും നോക്കി പെരുമാറാനുള്ളൊരു കഴിവ് കുറവായിരിക്കാം. ഇവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടായേക്കാം 14-15 വയസ്സുള്ളപ്പോൾ. അപ്പോൾ സാധാരണ കുട്ടികൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ രഹസ്യമായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ ചിലപ്പോൾ ഈ കുട്ടികൾ പരസ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചെയ്തെന്നിരിക്കും. അത് മാതാപിതാക്കൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. അതിഥികൾ വരുമ്പോൾ തന്നെ അവരുടെ മുൻപിലിരുന്ന് ലൈംഗിക ചേഷ്ടകളോ ലൈംഗിക പ്രവർത്തനങ്ങളോ നടത്തുക, അത് വല്ലാത്ത ഒരു പ്രയാസമായിട്ട് പല മാതാപിതാക്കളും പറയുന്നൊരു സംഗതിയാണ്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ 70% കുട്ടികൾക്ക്, ഓട്ടിസമുള്ള കുട്ടികൾക്ക് ബുദ്ധിക്കുറവുണ്ടാവും. ബാക്കി 30% കുട്ടികൾക്ക് നോർമലായ ബുദ്ധി ഉണ്ടാവും. ഈ നോർമലായ ബുദ്ധിയുള്ള ഓട്ടിസ്റ്റിക് കുട്ടികളിൽ ഒരു 10%-ഓളം കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ളൊരു പ്രതിഭ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കേൾക്കുന്ന പാട്ടുകൾ അതേപോലെ ആവർത്തിക്കാനുള്ള കഴിവ് അപൂർവം ചില ഓട്ടിസ്റ്റിക് കുട്ടികൾക്കുണ്ട്. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും കാണുന്ന ചിത്രം അതുപോലെ വരച്ചു വയ്ക്കാൻ അവരെ കൊണ്ട് പറ്റും. ഗണിതം ചിലപ്പം വളരെ സങ്കീർണമായ കണക്കുകൾ പോലും നിമിഷ നേരം കൊണ്ട് ചെയ്ത് വലിയ ഗണിത പ്രതിഭകളായ ഓട്ടിസ്റ്റിക് കുട്ടികളുണ്ട്. പക്ഷേ ഇവർക്ക് ഈ പ്രതിഭാശക്തി ഒരു മേഖലയിൽ ഉള്ളപ്പോൾ പോലും അവരുടെ നിത്യജീവിതത്തിന് വേണ്ട സാമൂഹിക നൈപുണ്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ളൊരു പിന്തുണ ബന്ധുക്കളിൽ നിന്നും മറ്റും ഉണ്ടാവേണ്ടതായിട്ടും വരും. ഓട്ടിസത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണോ? ഓട്ടിസം പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുന്ന ചികിത്സാ രീതികളൊന്നും ഒരു ശാസ്ത്രശാഖയിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഓട്ടിസമുള്ള വ്യക്തികളുടെ അവസ്ഥയിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ ഇന്നത്തെ ചികിത്സകൾ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിത്യജീവിതത്തിൽ അവർക്ക് ചെയ്യാവുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് സ്വയം പര്യാപ്തരായി മുന്നോട്ട് ഓട്ടിസ്റ്റിക് കുട്ടികളെ കൊണ്ടുപോകാൻ ഇന്നത്തെ ചികിത്സാ രീതികൾ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 2 തരം ചികിത്സകളാണ് ഇതിൽ വരുന്നത്. ഒന്ന്, ഈ ഓട്ടിസത്തിൻ്റെ അനുബന്ധമായി കാണുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾക്കും മറ്റും മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകൾ ലഭ്യമായിട്ടുണ്ട്. ആ മരുന്നുകൾ വഴി നമ്മൾ ചെയ്യുന്നത് ഇവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തിയെടുക്കുക, ഇവരുടെ ഈ ദേഷ്യപ്രകടനങ്ങൾ പോലെയുള്ള ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അപൂർവം ചില ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ചിത്തഭ്രമ ലക്ഷണങ്ങൾ കാണാം. ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്ന പോലത്തെ അനുഭവങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക, ഇത്തരത്തിലുള്ള ചില ശീലങ്ങൾ.
അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവിൻ്റെ അളവ് അമിതമാവുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുക്കാം. മരുന്നുകൾ കൊടുക്കുന്നതോടെ ഈ ലക്ഷണങ്ങൾ നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാവുന്നു. തലച്ചോറിൻ്റെ ഇടതും വലതും ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനക്കുറവ് മൂലമാണ് ഈ അമിത വികൃതിയും ശ്രദ്ധക്കുറവും വരുന്നത്. തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂടും, അവരുടെ വികൃതിയും പിരിവിരിപ്പും ഒക്കെ കുറയുകയും ചെയ്യും. അപസ്മാരമുള്ള വ്യക്തികൾക്ക് അതിനുള്ള മരുന്നുകളും കൊടുക്കേണ്ടി വരും. ഈ മരുന്നുകൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ അനുബന്ധ പെരുമാറ്റ വ്യത്യാസങ്ങൾ മെച്ചപ്പെടുത്താനും ഇവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടാനുമാണ്. അപൂർവം ചില മരുന്നുകൾ വഴി ഇവരുടെ ആശയവിനിമയ ശേഷി കുറച്ച് മെച്ചപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അത്തരം മരുന്നുകൾ കൊടുത്താൽ ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ ചെറിയ തോതിലുള്ളൊരു മെച്ചം വരും. എങ്കിലും പ്രധാനമായ ചികിത്സ രണ്ടാമത്തെ ചികിത്സയാണ്, അത് പരിശീലനങ്ങളാണ്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ സാമൂഹിക നിപുണതാ പരിശീലനം എന്ന പരിശീലനമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി. ഇതിൽ ലളിതമായി 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണിൽ നോക്കാത്ത ഒരു കുട്ടി, ആ കുട്ടിയെ കൊണ്ട് നേത്രബന്ധം മെച്ചപ്പെടുത്താൻ ചില മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് വളരെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തു ഈ പരിശീലകൻ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരാണെന്ന് വെച്ചാൽ അവരുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കുട്ടിയോട് അങ്ങോട്ട് നോക്കാൻ പറയുക. കുട്ടി വളരെ താല്പര്യമുള്ള ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് നോക്കിയേക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാം. ആ 10 സെക്കൻഡ് സമയം കുട്ടി ഇതിലേക്ക് നോക്കിയിരുന്നാൽ കുട്ടിക്കൊരു സമ്മാനമായിട്ട് ആ ഭക്ഷ്യവസ്തു നമുക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ആ നേത്രബന്ധം മെച്ചപ്പെടുത്താനുള്ളൊരു പരിശീലനത്തിൻ്റെ ആദ്യപടി. ഈ 10 സെക്കൻഡ് എന്നുള്ളത് 20 സെക്കൻഡായി 30 സെക്കൻഡാക്കി അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. ഇനി ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും ചില പരിശീലനങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കാം. കുട്ടിയെ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ ഇരുത്തി മാത്രം സംസാരിക്കുക, കുട്ടിയുടെ മുഖത്ത് നോക്കി മാത്രം സംസാരിക്കുക. ചില ചുണ്ടുകളുടെ ചലനങ്ങൾ വഴി ആ ചുണ്ടുകളുടെ ചലനങ്ങൾ അനുകരിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കാം. ചില അപശബ്ദങ്ങൾ, പട്ടി കരയുന്ന പോലെ പൂച്ച കരയുന്ന പോലെയുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി അത് അനുകരിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കാം. എന്ത് തരത്തിലുള്ളൊരു പ്രതികരണം കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ പ്രോത്സാഹിപ്പിക്കണം. തുടർന്ന് നാക്കുകളുടെ ചലനം പരിശീലിപ്പിക്കാം. മേലെണ്ണാക്കിൽ നാക്ക് സ്പർശിക്കുന്നതനുസരിച്ചാണ് ഈ പല അക്ഷരങ്ങളുടെയും ഉച്ചാരണ രീതിയിൽ വ്യത്യാസം വരുന്നത്. ഈ മേലെണ്ണാക്കിൽ നാക്കിങ്ങനെ സ്പർശിക്കുന്ന ആ ഒരു വ്യായാമം തന്നെ കുറച്ച് സമയം എടുക്കും ഇതൊക്കെ പരിശീലിപ്പിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിന്റിലെയും സ്പർശനമനുസരിച്ച് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഇത്തരത്തിൽ മരുന്നുകളോടൊപ്പം ഈ സാമൂഹിക നിപുണതാ പരിശീലനവും രണ്ടും കൂടെ ചേർത്ത് കൊടുത്താൽ ഓട്ടിസം ബാധിച്ച പല കുട്ടികളുടെയും ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. ഓട്ടിസവും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ പി നായരാണ്. വളരെയധികം നന്ദി ഡോക്ടർ ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന്. നമസ്കാരം. മറ്റു റിപ്പോർട്ടിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സമൂഹം കുറ്റവാളികളെ സൃഷ്ടിക്കുന്നു, കുറ്റവാളികൾ സമൂഹത്തെ സംഹരിക്കുന്നു. അന്ന് സൗമ്യ, ഇന്നലെ ജിഷ, നാളെ ഇനി ആര്? മനസാക്ഷി മരവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം. ജാഗ്രത. ജാഗ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. അർബുദ ചികിത്സയ്ക്ക് വിധേയരാകുന്ന കുട്ടികളിൽ ഓർമ്മശക്തി വേഗം നഷ്ടപ്പെടുമെന്ന് പഠനം. ബാല്യത്തിലോ കൗമാരത്തിലോ അർബുദം പിടിപെടുന്നവരിലാണ് ഇത്തരത്തിൽ ഓർമ്മ നഷ്ടപ്പെടുന്നത്. കീമോതെറാപ്പി അടക്കമുള്ള അർബുദ ചികിത്സയുടെ പരിണിത ഫലമാണ് ഇതിന് കാരണമെന്നാണ് പഠനത്തിൽ വ്യക്തമാകുന്നത്. ചികിത്സയിലൂടെ കടന്നുപോകുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും നഷ്ടപ്പെടും. ബെൽജിയത്തിലെ ല്യൂവൻ സർവകലാശാലയിലെ പ്രൊഫസറായ റൂഡി ഡി ഹൂഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റേതാണ് പഠനം. പുതിയ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും അത് ഓർത്തുവെക്കുന്നതിനുമുള്ള കാര്യക്ഷമത തലച്ചോറിന് നഷ്ടമാകുമെന്ന് പഠനത്തിൽ പറയുന്നു. ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരായ 31 പേരിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇത് വ്യക്തമായത്. എന്നാൽ നിലവിലുള്ള ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തിയാൽ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നും നിർദ്ദേശമുണ്ട്. വീണ്ടും പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് പനി പടരുന്നു. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം. കേരളത്തിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ആസ്മയും മൂലം മരണപ്പെടുന്നവരിൽ സ്ത്രീകൾ മുന്നിലെന്ന് റിപ്പോർട്ട്.
അർബുദ ചികിത്സയ്ക്ക് വിധേയരാകുന്ന കുട്ടികളിൽ ഓർമ്മശക്തി വേഗം നഷ്ടപ്പെടുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.